കൈത്താക്കാലം 1 ചൊവ്വ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വിശകലനം. ദൈവത്തിന് ജോലി ചെയ്യുന്നവർക്ക് ദാഹിക്കുകയോ വിശക്കുകയില്ല. സമരിയക്കാരിയുടെ സംഭവത്തിലൂടെയാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മെ നയിക്കുന്നത്. വെള്ളം കോരാൻ വന്നവൾക്ക് ഒരിക്കലും ദാഹിക്കാത്ത ജലം അവൻ വാഗ്ദാനം ചെയ്തു. അതിന് രഹസ്യമായി സൂക്ഷിച്ചിരുന്ന അവളുടെ പാപജീവിതം ഉപേക്ഷിക്കാൻ അവൻ ആവശ്യപ്പെട്ടു. പാപത്തെ പ്രതിനിധീകരിക്കുന്ന ആ കുടം ഉപേക്ഷിച്ച് അവൾ അവന് സാക്ഷി നൽകാൻ നാട്ടിലേക്ക് ഓടിപ്പോയി. ഭക്ഷണം വാങ്ങാൻ പോയ ശിഷ്യന്മാർ വന്നപ്പോൾ അവന് ഭക്ഷണം വേണ്ടെന്നും ദൈവത്തിന് വേല ചെയ്യുന്നതാണ് അവൻ്റെ ഭക്ഷണമെന്നും പറയുന്നു. അവൻ പറഞ്ഞ് അവൻ്റെ വചനങ്ങൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് നാമും ദൈവത്തിന് ജോലികൾ ചെയ്യുന്നവരാകുക. പക്ഷേ സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങുന്നവരിൽ ഭൂരിപക്ഷവും സുവിശേഷം വായിക്കാത്ത സുവിശേഷ പ്രഘോഷകരാണ്. ഭൂരിപക്ഷം പേരും ക്രിസ്തുവിനെ അറിയാത്ത ക്രിസ്ത്യാനികളാണ്. ശത്രുസ്നേഹത്തെക്കുറിച്ച് പറയുകയും ഹൃദയം മുഴുവൻ ശത്രുതയും വിദ്വേഷവും നിറച്ചു വച്ചിരിക്കുന്നവരാണ്. വിശുദ്ധിയെക്കുറിച്ച് പറയുകയും ഹൃദയം മുഴുവൻ ആസക്തി കൊണ്ട് നിറഞ്ഞവരാണ്. അതിനാൽ ദൈവിക ഫലങ്ങൾ പ്രകടിപ്പിക്കേണ്ട അവരുടെ പ്രസംഗം കാട്ടുമുന്തിരി പുറപ്പെടുവിക്കുന്ന വെറും കപടഭക്തിയായി മാറുന്നു.